കൈക്കൂലി വാങ്ങിയെന്ന കുറ്റസമ്മതവുമായി കൊച്ചിയിൽ അറസ്റ്റിലായ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന. കൊച്ചിൻ കോർപ്പറേഷൻ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് താനാണെന്നാണ് സ്വപ്നയുടെ മൊഴി. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വയ്ക്കാറുണ്ടെന്നും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. മാസം 3 ലക്ഷം രൂപയാണ് സ്വപ്നയ്ക്ക് കൈക്കൂലിയായി ലഭിച്ചിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഗുഡ് ആഫ്റ്റർനൂൺ. ശ്യാം, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സ്വപ്ന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, സ്വപ്ന പറയുന്നത് ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് താനാണെന്ന്. അപ്പം അങ്ങനെയെങ്കിൽ മറ്റുദ്യോഗസ്ഥർ വാങ്ങുന്നത് ലക്ഷങ്ങളാകുമല്ലോ. ഈ ലക്ഷത്തിന്റെ കണക്കൊക്കെ സ്വപ്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചിട്ടുണ്ടോ? നിലവിൽ സ്വപ്ന വിജിലൻസിൽ നിന്ന് നൽകിയിരിക്കുന്ന മൊഴി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, അതും ബിൽഡിംഗ് ഇൻസ്പെക്ടർ റാങ്കിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥയ്ക്ക് കൊച്ചി നഗരത്തിൽ നിന്നൊരു മാസം ലഭിക്കുന്നത് കൈക്കൂലി മാത്രമായി 3 ലക്ഷം രൂപയാണ്. ഇത് സ്വപ്ന എന്ന ഒരു ഉദ്യോഗസ്ഥയുടെ കാര്യമാണ്. അവർ തന്നെ പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ തന്നെ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് താനാണ് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഒക്കെ വലിയ അളവിൽ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളത് വിജിലൻസിനോട് കൂടുതൽ പേരുകളും തുകയും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കൊച്ചിൻ കോർപ്പറേഷനിൽ കൈക്കൂലിക്ക് ഒരു ചാർട്ടുണ്ട്, ഒരു താരിഫുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് കൈക്കൂലി വാങ്ങുന്നത്. കൂട്ടമായി കൈക്കൂലി വാങ്ങിയ ശേഷം അത് വീതം വെച്ചെടുക്കുന്ന ഒരു പതിവും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ട് എന്നും അവർ മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നതിനായി സ്വപ്നയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിജിലൻസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വന്ന സമയം കൊണ്ട് വാങ്ങിയ കൈക്കൂലി ഉപയോഗിച്ച് കൊച്ചിയിലും തൃശ്ശൂരിലും ഉൾപ്പെടെ അവർ വീടും സ്ഥലവും